C371 എൻവയൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ എന്ന പേപ്പറിൻ്റെ മൊഡ്യൂൾ 1-ൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്കോളജി ആൻഡ് ഇക്കോസിസ്റ്റം. അപ്പോൾ ആദ്യം എക്കോളജി is the science which deals with the study of interactions between organisms and environment. ഇപ്പോൾ ബയോളജീൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ എക്കോളജി എന്ന് പറയുന്നത്. ഓർഗാനിസവും അതേപോലെ അത് ജീവിക്കുന്ന എൻവയൺമെൻറ്റും തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ പറ്റി പഠിക്കുന്ന സയൻസാണ് എക്കോളജി. ഇതൊരു ഗ്രീക്ക് ഒറിജിനാണ് ഈ വേർഡ്. ആദ്യമായിട്ട് ഈ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1869 ഏൺസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ബയോളജിസ്റ്റാണ്. ഏൺസ്റ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്കോളജി എന്ന് പറയുന്നത് ഇസ് ദ സ്റ്റഡി ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദെയർ എൻവയൺമെൻറ്റ്. ഇതാണ് എക്കോളജി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഇത് നമ്മൾ ഹൈസ്കൂൾ ബയോളജി ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് ഈക്കോസിസ്റ്റം എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ or segment of nature consisting of community of living beings and physical environment both interacting and exchanging materials between them. അങ്ങനെ വലിയൊരു ഡെഫിനിഷനാണ് ഇക്കോസിസ്റ്റത്തിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സിംപ്ലി ഈ ലിവിങ് ബീയിങ്സും അതിൻ്റെ ഫിസിക്കൽ എൻവയൺമെൻറ്റും അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആൻഡ് എക്സ്ചേഞ്ചിങ് മെറ്റീരിയൽസൊക്കെ കൂടി ചേരുന്നതിനാണ് നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം, അതേപോലെ പോണ്ട് അല്ലെങ്കിൽ അക്വാറ്റിക് ഇക്കോസിസ്റ്റം, അങ്ങനെ പല ഇക്കോസിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇക്കോസിസ്റ്റത്തിലും നടക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ആൻ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ് ആൻഡ് ഡീകമ്പോസിഷൻ. ഇത്തരം കാര്യങ്ങളാണല്ലോ, ഇത്തരം ആസ്പെക്ട്സ് ആണ് ഓരോ ഇക്കോസിസ്റ്റത്തിനും ഉള്ളത്. ഫസ്റ്റ് എനർജി ഫ്ലോ ഇൻ ഇക്കോസിസ്റ്റം നോക്കാം. കാരണം എർത്തിലുള്ള എനർജീൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. അപ്പോൾ സണ്ണിൽ എപ്പോഴും ഈ ഹൈഡ്രജൻ ഹീലിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എനർജി സണ്ണിൽ ഫോം ചെയ്യുന്നത്. അങ്ങനെ സണ്ണിലുള്ള എനർജി എർത്തിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് എത്തുന്നത്. അപ്പോൾ ആ എനർജി നമ്മൾ ആ കോൺസ്റ്റൻറ്റ് റേറ്റിൽ എത്തുന്ന എനർജീനെ സോളാർ ഫ്ലക്സ് അല്ലെങ്കിൽ സോളാർ കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുക. ആക്ച്വലി സോളാർ ഫ്ലക്സ് അല്ലെങ്കിൽ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് റേഡിയൻറ്റ് എനർജി ക്രോസിങ് യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ കിട്ടുന്ന എനർജീനെയാണ് നമ്മൾ സോളാർ ഫ്ലക്സ് അല്ലെങ്കിൽ സോളാർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുക. അതിൻ്റെ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി 1.4 kJ per square meter per second ആണ്. ഓക്കെ, ഈ ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഈ എനർജി അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് വഴി കാർബോഹൈഡ്രേറ്റ്സും ഷുഗറൊക്കെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലോവർ ബയോളജി ക്ലാസ്സസിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഇക്വേഷൻ ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ എനർജി ഫ്ലോ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫിഗറാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സണ്ണിൻ്റെ എനർജി എങ്ങനെയാണ് ഈ ഇക്കോസിസ്റ്റത്തിലേക്ക് വരിക? അത് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിട്ട് പിന്നെ പ്ലാന്റ്സ് ഏതെങ്കിലും ഓർഗാനിസം കൺസ്യൂം ചെയ്യുമ്പോൾ അത് ആ പ്ലാന്റ്സിലൂടെ ആ ഓർഗാനിസത്തിലേക്ക് എത്തും. ആൻഡ് അഗൈൻ ആ ഓർഗാനിസത്തിൻ്റെ വേറെ ഓർഗാനിസം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലാണ് ആ എനർജി ഫ്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ എനർജി ഫ്ലോ യൂണി ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ ഒരു പ്രസിദ്ധമായ ലോയിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എനർജി ഫ്ലോ നടക്കുന്നത്. ദാറ്റ് ഈസ് എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇക്കോസിസ്റ്റത്തിൻ്റെ കേസിലും. അതായത് സണ്ണിൽ നിന്ന് വരുന്ന എനർജി ഫസ്റ്റ് റിസീവ് ചെയ്യുന്നത് ഓട്ടോട്രോപ്സ് ആണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സായ പ്ലാന്റ്സും ട്രീസൊക്കെയാണ്. അത് ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിനെ പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെർബിവോഴ്സ് വന്ന് കൺസ്യൂം ചെയ്യും. അതിന് അത്തരം പ്രൈമറി കൺസ്യൂമേഴ്സിനെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യും. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ടേഴ്ഷറി കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യും. ടേഴ്ഷറിനെ ക്വാട്ടേർണറി കൺസ്യൂമേഴ്സും കൺസ്യൂം ചെയ്യും. ആ രീതിയിലാണ് ഈ സണ്ണിൻ്റെ എനർജി ഇങ്ങനെ പല ഓർഗാനിസംസിലേക്ക് എത്തുന്നത്. ഇനി എല്ലാ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഫൈനലി ആ ഓർഗാനിസം ഡെത്ത് ആയി കഴിഞ്ഞാൽ അത് ഡീക്കേ സംഭവിക്കും. അതിൻ്റെ എല്ലാ എനർജിയും ഫൈനലി ഡെത്ത് ആൻഡ് ഡീക്കേയിലൂടെ ഡീകമ്പോസേഴ്സിലേക്കാണ് എത്തുക. ഓക്കെ, ഇതാണ് ഒരു ഇക്കോസിസ്റ്റത്തിലുള്ള എനർജി ഫ്ലോയിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ട്രോഫിക് ലെവൽസ്, ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. വളരെ രസകരമായിട്ട് ബയോളജിയിൽ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും ഇത്. ഒരു ഇക്കോസിസ്റ്റത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയൊക്കെ ഒരു പ്രത്യേക മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ബേസ്ഡ് ഓൺ ദെയർ ഫുഡ് ഒരു ഈറ്റിംഗ് ഹാബിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ലെവലിനെയും നമ്മൾ ട്രോഫിക് ലെവൽ എന്നാണ് പറയാം.
ഓക്കെ, ഈ ഓർഗാനിസത്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ ലെവലിനെയും നമ്മൾ ഓരോ ഫുഡ് ലെവൽ അല്ലെങ്കിൽ ഓരോ ട്രോഫിക് ലെവൽ എന്നാണ് പറയുക. അതുപോലെ തന്നെ ദ എമൗണ്ട് ഓഫ് ലിവിങ് മാറ്റർ അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ അറ്റ് എ ഗിവൺ ടൈം ഈസ് നോൺ ആസ് സ്റ്റാൻഡിങ് ക്രോപ്പ് ഓർ സ്റ്റാൻഡിങ് ബയോമാസ്. ഓക്കെ, നെക്സ്റ്റ് ഫുഡ് ചെയിൻ. ദ സീക്വൻസ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ബീങ് ഈറ്റൺ ഇൻ ആൻ ഇക്കോസിസ്റ്റം ഈസ് നോൺ ആസ് ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ വരച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഗ്രാസ് ഓവർ, ഫ്രോഗ്, പൈത്തൺ, ഈഗിൾ, ഈ രീതിയിലാണ് നമ്മൾ ഫുഡ് ചെയിൻ പ്രിപ്പയർ ചെയ്യുക. ഓർ ഫുഡ് ചെയിൻ ഈസ് ആൻ ഐഡിയൽ മോഡൽ ഓഫ് ഫ്ലോ ഓഫ് എനർജി ഇൻ ദ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് എനർജി ഫ്ലോ നടക്കുക എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഫുഡ് ചെയിൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഫുഡ് ചെയിന് മെയിൻലി 3 ട്രോഫിക് ലെവൽസാണ് ഉള്ളത്. ആക്ച്വലി പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഇതാണ് ഈ ഫുഡ് ചെയിൻ്റെ രീതി. സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും പ്രൊഡ്യൂസേഴ്സിലായിരിക്കും. അല്ല, പ്രൊഡ്യൂസേഴ്സിൽ അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിൻ ഉണ്ട്. നോർമലി പ്രൊഡ്യൂസറിൽ സ്റ്റാർട്ട് ചെയ്യും, ദെൻ കൺസ്യൂമർ. ഇവിടെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം കൺസ്യൂമേഴ്സാണ്. ഇത് പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി, ടേഴ്ഷറി ആൻഡ് ക്വാട്ടർണറി കൺസ്യൂമേഴ്സാണ്. ഈ കൺസ്യൂമർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് ഡീകമ്പോസേഴ്സ് വരിക. ഇത് ഡെത്ത് സംഭവിച്ച് ഡീകെ വരുമ്പോഴാണ് അവിടെ ഡീകമ്പോസേഴ്സ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഫുഡ് ചെയിൻ. ദെൻ ഫുഡ് വെബ്. തൊട്ട് മുമ്പ് പറഞ്ഞ ഫുഡ് ചെയിനിലെ പോലെ തന്നെ ആയിരിക്കണം എന്നില്ല ഒരു ആക്ച്വൽ ഇക്കോസിസ്റ്റത്തിലുള്ള ഒരു ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ ഫുഡ് ചെയിൻ പറഞ്ഞപ്പോൾ ഒരു ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസം അതിൻ്റെ തൊട്ട് താഴെയുള്ള ട്രോഫിക് ലെവലിലെ ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ ആക്ച്വൽ കേസിൽ അങ്ങനെ ആയിരിക്കില്ല. ഒരു ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസം വേറെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസിലുള്ള ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ ഗ്രെയിൻസ് കൺസ്യൂം ചെയ്യുന്നത് ഗ്രാസ് ഹോപ്പർ ഉണ്ട്, അതുപോലെ ബേർഡ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഗ്രെയിൻസും ബേർഡ്സും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് പ്രൊഡ്യൂസറും ഇത് പ്രൈമറി കൺസ്യൂമറുമാണ്. പക്ഷേ ഇവിടെ ഗ്രാസസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഗ്രാസ് ഹോപ്പർ കൺസ്യൂം ചെയ്യും, ഗ്രാസ് ഹോപ്പറിനെ ബേർഡ് കൺസ്യൂം ചെയ്യും. ഓക്കെ, ബേർഡ് പ്രൈമറി കൺസ്യൂമറിനെയും കൺസ്യൂം ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസറിനെയും കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസിലായിരിക്കും ഓരോ ഓർഗാനിസത്തിൻ്റെയും ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടാവുക. അവിടെ തന്നെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെപ്പിക്ഷനാണ് ഈ ഫുഡ് വെബ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫുഡ് വെബ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നോട്ടിൽ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആൻഡ് ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കാർണിവേഴ്സിലേക്ക് വരുന്ന രീതിയിലുള്ള ഫുഡ് ചെയിനെയാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയാം. ഇനി ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഡെഡ് ഓർഗാനിക് മാറ്റർ. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഡെഡ് ലീഫൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡെഡ് ലീഫ് ഈറ്റ് ചെയ്യുന്ന പ്രത്യേകതരം പ്രാണികൾ അല്ലെങ്കിൽ അത്തരം ഓർഗാനിസം, വുഡ് ലൗസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഡെഡ് ലീവ്സ് അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഈറ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ഉണ്ട്. ആ ഓർഗാനിസത്തിന് ഈറ്റ് ചെയ്യുന്ന മറ്റൊരു ഓർഗാനിസം. ആ രീതിയിലാണ് ഈ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ പോവുക. അപ്പോൾ എന്താണ് വ്യത്യാസം? ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ പ്രൊഡ്യൂസേഴ്സാണ് ആദ്യം വരിക, ഡെട്രൈറ്റസ് ഫുഡ് ചെയിനിൽ ഡെഡ് ഓർഗാനിക് മാറ്ററാണ് ആദ്യം വരിക. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിൽ അവൈലബിൾ ആണ്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ, എക്കോളജിക്കൽ പിരമിഡ്സ്. It is the representation of a trophic structure and function of an ecosystem, starting with the producers at the base and successive trophic levels forming the apex is known as an ecological pyramid. Okay, ഇപ്പോൾ ഒരു പിരമിഡിൽ ഏറ്റവും താഴെ പ്രൊഡ്യൂസേഴ്സ്, അതിന് മുകളിലേക്ക് പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഈ ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുക. ഓരോ പിരമിഡിലും എന്തിനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് പിരമിഡ്സ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ്സ് ഓഫ് ബയോമാസ്, പിരമിഡ്സ് ഓഫ് എനർജി എന്നിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ട് പിരമിഡ്സ് ഓഫ് എനർജിയും ബയോമാസും നമ്പേഴ്സൊക്കെ എന്താണെന്ന്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പിരമിഡ്സ് ഓഫ് നമ്പർ. അപ്പോൾ ഓരോ ട്രോഫിക് ലെവലിലുള്ള ഇൻഡിവിജ്വൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് അതിൻ്റെ എണ്ണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പിരമിഡ്സിനെയാണ് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഫിഗറിൽ കാണാം ഒരു ഇക്കോസിസ്റ്റത്തിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെയാണ്. ഇപ്പോൾ ഇവിടെ കുറേ ഒരു 1000 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ പ്രൈമറി കൺസ്യൂമേഴ്സായിട്ട് ഒരു 100 എണ്ണം ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് 10 ഉണ്ട്, ആൻഡ് ടേഴ്ഷറി കൺസ്യൂമർ ഒരാൾ. ഓക്കെ, അപ്പോൾ ഓരോ ട്രോഫിക് ലെവലിലും വരുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ പിരമിഡ് ഓഫ് നമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിരമിഡ് ആവാം, അല്ലെങ്കിൽ ഇത് നമ്പർ മാറുന്നതിനനുസരിച്ച് ഓരോ ട്രോഫിക് ലെവലിലെ നമ്പർ മാറുന്നതിനനുസരിച്ച് ഇത് അപ്രൈറ്റ് ആവാം, ഇൻവേർട്ടഡ് ആവാം, അങ്ങനെ പല ഷേപ്പിലും ഈ പിരമിഡ് ഫോം ചെയ്യാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ വരുന്ന ഇക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പേഴ്സാണ്. അപ്പോൾ അവിടെ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഗ്രാസ് ഒരുപാട് എണ്ണം ഉണ്ടാവും. നമ്മൾ നമ്പർ കൗണ്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് വളരെ കൂടുതലുണ്ടാവും, അതിൽ കുറവായിരിക്കും ഹെർബിവോഴ്സ്, അതിൽ കുറവായിരിക്കും കാർണിവോഴ്സ്, അതിന് ഏറ്റവും ടോപ്പ് കാർണിവോഴ്സ് അതിലും കുറവായിരിക്കും. ഈ രീതിയിലാണ് ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ വരിക.
ഇനി നേരെ മറിച്ച് ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ഒക്കെ ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസേഴ്സ് ട്രീസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ ഗ്രാസ് പോലെ ഒരുപാട് ട്രീസ് ഉണ്ടാവില്ല, ട്രീസിൻ്റെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, ഒരു ഓക്കെ, അത് കഴിഞ്ഞാൽ ഹെർബിവോഴ്സിൻ്റെ എണ്ണം ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും, കാർണിവേഴ്സിൻ്റെ എണ്ണം അതിൽ മാറ്റം ഉണ്ടാവും. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഓർഗാനിസം ആണോ ഓരോ ട്രോഫിക് ലെവലിലും വരുന്നത് അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഷേപ്പ് വേരി ചെയ്യുക. ദാറ്റ് ഈസ് ദ pyramid of numbers. Next, pyramid of biomass. It is based on the total biomass or dry matter at each trophic level in a food chain. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസത്തിൻ്റെ ഡ്രൈ മാറ്റർ അല്ലെങ്കിൽ ടോട്ടൽ ബയോമാസ് എത്രയാണോ ആ രീതിയിലാണ് ഈ പിരമിഡ് ഓഫ് ബയോമാസ് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ കാണാം ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഏറ്റവും താഴെ പ്രൊഡ്യൂസേഴ്സ് 500 ഗ്രാം ഉണ്ട്, അതിൻ്റെ ഡ്രൈ മാറ്ററാണ് അല്ലെങ്കിൽ ബയോമാസ് ആണ് ഈ 500 ഗ്രാം എന്ന് പറയുന്നത്. അതിന് മുകളിൽ വരുന്ന ട്രോഫിക് ലെവൽ 500 ഗ്രാം ഉണ്ട്, അതിന് മുകളിൽ വരുന്നതിൽ 50 ഗ്രാം. അങ്ങനെയാണ് ഈ ബയോമാസിൻ്റെ വേരിയേഷൻ വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ട്രോഫിക് ലെവലുള്ള ബയോമാസിനനുസരിച്ച് ഈ പിരമിഡിൻ്റെ ഷേപ്പ് അപ്രൈറ്റ് ആവാം, ഇൻവേർട്ടഡ് ആവാം, അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഒരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൻ്റെ പിരമിഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ബയോമാസ് വളരെ കൂടുതലായിരിക്കും, ഹെർബിവോഴ്സിന് അതിൽ കുറവായിരിക്കും, കാർണിവേഴ്സിന് അതിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡാണ് നമുക്ക് കിട്ടുക. ഇനി അതല്ല ഒരു പോണ്ട് ഇക്കോസിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്, അതിൻ്റെ ബയോമാസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവേ ഉള്ളൂ. അതിനേക്കാളും കൂടുതൽ ഹെർബിവോഴ്സ് ഉണ്ടാവും, ഇൻസെക്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലും കൂടുതൽ കാർണിവേഴ്സ് ഉണ്ടാവും, സ്മോൾ ഫിഷൊക്കെ അതിലും കൂടുതലുണ്ടാവും. ഇനി വലിയ വലിയ ഫിഷിൻ്റെ ബയോമാസാണ് കൂടുതലുണ്ടാവുക. ഓക്കെ, ഇതാണ് ഇത് ഒരു പോണ്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ പിരമിഡ് ഓഫ് ബയോമാസ്. നെക്സ്റ്റ് ഓൺ പിരമിഡ് ഓഫ് എനർജി. ഇപ്പോൾ പിരമിഡ് ഓഫ് എനർജിയിൽ എന്താ പറയുക, ഏറ്റവും താഴെ വരുന്നത് പ്രൊഡ്യൂസറാണ്. അപ്പോൾ പ്രൊഡ്യൂസറിന് എനർജി കിട്ടുന്നത് സണ്ണിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡ്യൂസറിന് ഒരു 100% എനർജി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രൊഡ്യൂസറിന് 100% എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ 90% നഷ്ടപ്പെട്ട് ഓൺലി 10% മാത്രമാണ് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഈ ട്രോഫിക് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഈ ട്രോഫിക് ലെവലിൽ റിസീവ് ചെയ്ത എനർജി എത്രയാണോ അതിൻ്റെ 90% നഷ്ടപ്പെട്ട് ഓൺലി ഇവിടെ ഉള്ളതിൻ്റെ 10% മാത്രമാണ് അടുത്ത ലെവലിലേക്ക് പോവുക. ഓക്കെ, അതായത് ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 10 ഉണ്ടാവുള്ളൂ, ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ 1 ആണെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ 0.1 ഉണ്ടാവുള്ളൂ. ഇത് ഓരോ ലെവലിനും 90% നഷ്ടപ്പെടും, ഓൺലി 10% മാത്രമാണ് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിരമിഡ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.